ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടതായിരുന്നു എനിക്ക് വേണം. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ സ്ഥാപനം വഴി സിസ്റ്റർ ഇവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെ കിട്ടിയത്. അവരെന്നെ കിട്ടി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. സുബിൻ കൊല്ലം മയ്യനാട് യശസമിതി അഭയകേന്ദ്രത്തിലെ അംഗമായിരുന്ന സുനിതയാണ് കേരളപുരം ഇടവട്ടം സ്വദേശിയായ സുബിൻ ജീവിതസഖിയാക്കി മാറ്റിയത്. യശസമിതി അങ്കണത്തിൽ വെച്ചായിരുന്നു വിവാഹം. 2 പതിറ്റാണ്ടിലേറെയായി മയ്യനാട് യശസമിതി അഭയകേന്ദ്രത്തിലെ മകളായി കഴിഞ്ഞുവന്ന സുനിതയുടെ വിവാഹം നടത്തണമെന്ന യശസമിതി മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യറുടെ ആഗ്രഹം കൂടിയാണ് ഇതോടെ സഫലമായത്. പേര് സുബിൻ. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ സ്ഥാപനം വഴി സിസ്റ്റർ ഇവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെ കിട്ടിയത്. സിസ്റ്റർ വഴി ഇപ്പൊ സന്തോഷം തോന്നി. അപ്പോയിസില് ഒരു ആശ്വാസത്തിലല്ലേ, ആശുപത്രിയില് സെക്യൂരിറ്റി ആയിരുന്നു. അവിടെ മുമ്പ് നിന്നായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇവിടുന്ന് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട്. അല്ല, ഈ സിസ്റ്റർ മുഖേന വന്ന ആലോചനയാണ്. സിസ്റ്റർ ഞങ്ങളെ അമ്മ, അതായത് എൻ്റെ അമ്മ പറഞ്ഞതായിരുന്നു, ഇങ്ങനെ ഒരു പാവപ്പെട്ട പെണ്ണിന്. പിന്നെ ഞങ്ങള് ആ സിസ്റ്റർ ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ ഞങ്ങളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ നിന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട്. അമ്മയുള്ളു, അമ്മയും ഒരു സ്വഭാവമാണ്. ഇപ്പൊ അവിടെ തന്നെ അപ്പോയിസ് കേരളപുരം. കുമ്പ്രാകലോ. കുഴപ്പമില്ല. ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടതായിരുന്നു എനിക്ക് വേണം. അതെ.
സന്തോഷം തന്നെ. എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടത്തേക്ക് തിരിച്ചു ഒരുപാട് സഹോദരങ്ങളെയൊക്കെ എല്ലാമാരെയൊക്കെ വിഷമമില്ല, എന്നാലും ഇത്രയും കാലം ഇവിടെ ജീവിച്ചതല്ലേ, നമ്മുടെ സ്വന്തം നാടല്ലേ, അതുപോലെ ഇന്ന് സാർവത്രിക സഹോദരി സമിതിയെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷ ദിനമാണ്. ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവിടെ വെച്ച് നടത്തുന്ന ആദ്യ കല്യാണമാണ്. അത് എൻ്റെ ഈ മകൾക്ക് വളരെ താല്പര്യമായിട്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അതിന് പറ്റിയൊരു വരനെ ദൈവമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അതിന് പലരുമായിട്ട് സംസാരിച്ച് ഈ കുട്ടിയെ വന്ന് കാണുകയും അവർക്ക് സന്തോഷമായിട്ട് അവർ നടത്താമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ കല്യാണം ഇപ്പോൾ നടന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു. അത് കഴിഞ്ഞ് ഇയാളെ നോക്കാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അത് പിന്നെ ഈ ഒരു കണ്ടീഷനിൽ അമ്മയുടെ കാലശേഷം ഈ കുട്ടിയെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കൗൺസിലർ ഗോമസ് എന്ന് പറഞ്ഞ പഴയ കൗൺസിലർ 2000 ആവശ്യപ്പെട്ട് അങ്ങനെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. 2000 അപ്പോൾ 25 വർഷമായി. എല്ലാം പഠിത്തമൊന്നുമില്ല, ഇവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഇയാള് പഠിത്തമൊക്കെ നേരത്തെ നിർത്തിയായിരുന്നു. അതുകൊണ്ട് പിന്നെ തുടർന്ന് പഠിത്തമൊന്നും പോയില്ല. അവര് പറഞ്ഞ് കിട്ടി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു. നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്.